ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസിന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് SAP എന്നും SAPയുടെ ഏത് കോഴ്സ് പഠിച്ച ജോബ് കിട്ടുമെന്നും ജോബ് കിട്ടാനുള്ള എലിജിബിലിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് SAPയുടെ ഏതൊക്കെ ലെവൽ കോഴ്സസ് ഉണ്ട്. SAPക്ക് മെയിനായിട്ട് 2 ലെവൽ കോഴ്സാണുള്ളത്. ഒന്ന് യൂസർ ലെവൽ കോഴ്സും 2 കൺസൾട്ടൻറ്റ് ലെവൽ കോഴ്സും. അപ്പം യൂസർ ലെവൽ എന്ന് പറയുമ്പോൾ എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ ചെയ്യേണ്ട എന്തെല്ലാം കാര്യങ്ങളാണോ അത് SAPയിൽ ചെയ്യുന്ന ജോബ് തന്നെ ആയിരിക്കും. അവർക്ക് കോൺഫിഗറേഷൻസോ കസ്റ്റമൈസേഷൻസോ ഒന്നും ഉണ്ടാകില്ല. അവർക്ക് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് റെക്കോർഡിംഗ് ആയിരിക്കും മെയിനായിട്ടുള്ള ജോബ്. ജസ്റ്റ് ഒരു ഡാറ്റ എൻട്രി ജോബ് പോലെ ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അവിടെ നടക്കുന്ന ഈവൻറ്റുകൾക്ക് അനുസരിച്ചായിരിക്കും. അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുക, പിന്നെ അതിൻ്റെ മന്ത്ലി റിപ്പോർട്ടിങ്, ഇയർലി റിപ്പോർട്ടിങ്, പിന്നെ അങ്ങനെ ബന്ധപ്പെട്ടുള്ള ഒരു സാധാരണ ഒരു എംപ്ലോയി ചെയ്യേണ്ട ജോബുകളൊക്കെ ആയിരിക്കും SAPയുടെ സോഫ്റ്റ്വെയറിൽ അവർ ചെയ്യേണ്ടത്. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഒരു എറേഴ്സോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലമോ വന്നു കഴിഞ്ഞാൽ അത് സപ്പോർട്ട് കൺസൾട്ടൻറ്റിനെയാണ് അറിയിക്കേണ്ടത്. അപ്പോൾ ഒരു ടിക്കറ്റ് റൈസ് ചെയ്ത് അത് സപ്പോർട്ട് കൺസൾട്ടൻറ്റിനെ അറിയിക്കണം. ഓക്കെ, അവർക്ക് ഒരിക്കലും അതിൻ്റെ കോൺഫിഗറേഷൻ പാർട്ടിലോടൊരു ആക്സസ് ഉണ്ടായിരിക്കത്തില്ല. ഇനി SAPയുടെ കൺസൾട്ടൻറ്റ് ലെവൽ ട്രെയിനിങ് അല്ലെങ്കിൽ SAPയുടെ ഒരു കൺസൾട്ടൻ്റ് ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോൺഫിഗറേഷൻ ആയിരിക്കും. അപ്പം SAPയുടെ കൺസൾട്ടൻറ്റ് ലെവൽ കോഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജോബ് നോക്കാൻ പറ്റുന്ന SAPയിലെ ഒരു അസോസിയേറ്റ് കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ട്രെയിനി കൺസൾട്ടൻറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഗറേഷൻസ് ആയിരിക്കും. അതായത് ഒരു പ്രോജക്റ്റ് എങ്ങനെ ചെയ്യുക, ഒരു SAP പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു SAPയുടെ പ്രോഡക്റ്റ് എങ്ങനെ അത് ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നിർമ്മിച്ച് അതിൻ്റെ ക്ലയൻറ്റിന് കൊടുക്കാം. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ് അന്വേഷിച്ച് അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിർമ്മിച്ച് വേണം ആ സോഫ്റ്റ്വെയർ ആ ഒരു ക്ലയൻറ്റിന് കൊടുക്കാൻ. അപ്പോൾ അവർ ആ കമ്പനിയിലെ എംപ്ലോയീസ് ആയിരിക്കും അത് യൂസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ യൂസേഴ്സ് ആയിരിക്കും അത് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫൈനൽ യൂസേഴ്സ് ആ കൺസൾട്ടൻറ്റുമാർ നിർമ്മിച്ച ആ പ്രോഡക്റ്റിൻ്റെ ഫൈനൽ യൂസേഴ്സാണ് SAP എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. അതായിരിക്കും ആ കമ്പനിയിലെ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവർ. അത് അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുകയും അത് പ്രോസസ്സ് ചെയ്യുകയും അതിൻ്റെ റിപ്പോർട്ടിങ്ങും ക്ലോസിങ്ങും ഒക്കെ ചെയ്യുന്നത് അവിടുത്തെ എൻഡ് യൂസേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ കോൺഫിഗറേഷൻ ചെയ്യുന്നവരെയാണ് കൺസൾട്ടൻറ്റ്. അവരത് നിർമ്മിച്ച് കൊടുക്കുന്ന കമ്പനിയിൽ അത് അവിടെ യൂസ് ചെയ്യുന്നവരാണ് എൻഡ് യൂസേഴ്സ്. ഓക്കെ, നിർമ്മിച്ച് കൊടുക്കുന്നവർ കൺസൾട്ടൻറ്റുമാരും അത് യൂസ് ചെയ്യുന്നത് എൻഡ് യൂസേഴ്സുമാണ്. ഓക്കെ, അപ്പോൾ കൺസൾട്ടൻറ്റ് ലെവൽ കോഴ്സ് പഠിച്ചവർക്ക് ഒരു അസോസിയേറ്റ് കൺസൾട്ടൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു ട്രെയിനി കൺസൾട്ടൻ്റായിട്ടുള്ള ജോബ് നോക്കാം. SAPയുടെ എൻഡ് യൂസർ പ്രോഗ്രാമാണ് പഠിച്ചതെങ്കിൽ അതിന് SAPയിൽ ഒരു SAP യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോബ് നോക്കാം. ഓക്കെ, SAP യൂസ് ചെയ്യുന്ന കമ്പനിയിൽ ജോബ് നോക്കാം. SAP എൻഡ് യൂസർ കോഴ്സ് പഠിച്ചാൽ. കൺസൾട്ടൻറ്റ് ലെവൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ SAPയുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കമ്പനിയിൽ, അതായത് ആപ്ലെക്സസ്, ദെൻ ക്യാപ്ജെമിനി, ആക്സെഞ്ചർ, ദെൻ ഡിലോയിറ്റ്, TCS ഇതുപോലുള്ള കമ്പനികളിലായിരിക്കും കൂടുതലും SAPയുടെ ഇംപ്ലിമെൻറ്റേഷൻസും കൂടുതൽ നടക്കുന്നത്. അവർക്കായിരിക്കും അവർ SAPയുടെ പ്രോജക്റ്റുകൾ എടുത്ത് ചെയ്യുന്ന കമ്പനീസാണ്. ഇനി SAP യൂസ് ചെയ്യുന്ന കമ്പനികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലുലു യൂസ് ചെയ്യുന്നുണ്ട്, VKC, പിന്നെ ടാറ്റ, പിന്നെ റിലയൻസ്, ഇതുപോലൊക്കെയുള്ള ഒരുപാട് കമ്പനീസിൽ അവിടുത്തെ ബിസിനസ് മാനേജ് ചെയ്യാനായിട്ട് SAP യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് കമ്പനീസിൽ, ഫോറിൻ കമ്പനീസിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ കമ്പനീസാണ് മെയിനായിട്ട്. ഒരുപാട് കമ്പനീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 60-70% വലിയ MNC കമ്പനീസ് എല്ലാം യൂസ് ചെയ്യുന്ന SAP തന്നെയാണ്. ഓക്കെ, അപ്പോൾ SAPയിലെ എൻഡ് യൂസർ ട്രെയിനിങ്ങിന് ഒരു 10,000-20,000 രൂപയ്ക്കൊക്കെ എൻഡ് യൂസർ ലെവൽ ട്രെയിനിങ് പഠിക്കാൻ പറ്റും. SAPയുടെ കൺസൾട്ടൻറ്റ് ലെവൽ ട്രെയിനിങ് കുറച്ച് കോസ്റ്റ്ലിയാണ്. അത് ഒരുപാടങ്ങ് കോസ്റ്റിലോട്ടൊന്നും, അതായത് ഇപ്പോൾ ഇനി ഒരു സമയത്ത് ഇനി പഠിക്കുകയാണെങ്കിൽ ECC വിട്ടിട്ട് S/4HANAയുടെ ട്രെയിനിങ് പഠിക്കുന്നതായിരിക്കും നല്ലത് കൺസൾട്ടൻറ്റുമാർ പഠിക്കുമ്പോൾ. എൻഡ് യൂസർ ലെവലാണെങ്കിൽ ECC ആയാലും S/4HANA ആയാലും അവരുടെ വർക്കൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഈ പ്രോഡക്റ്റ് വെർഷനിലെ യൂസിങ് സൈഡിൽ അല്ലെങ്കിൽ യൂസറിൻ്റെ സൈഡിൽ വന്നിട്ടുള്ളൂ. കോൺഫിഗറേഷൻ സൈഡിൽ അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ സൈഡിലാണ് കൂടുതലും S/4HANAയിലും ECCയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ കസ്റ്റമൈസേഷൻസും കോൺഫിഗറേഷനും ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല ഡിഫറൻസ് അതിൻ്റെ ബിസിനസ് യൂട്ടിനകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഒരു എൻഡ് യൂസർ ആണെങ്കിൽ അത് ഒരു S/4HANAയുടെ ഒരു ട്രെയിനിങ് ഒന്നും നോക്കി പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ECC പഠിച്ചത് തന്നെ അത് തന്നെ ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. അതിനകത്തിൽ അത് ഉപയോഗിച്ച ഒരാൾക്ക് S/4HANAയുടെ പ്രോഡക്റ്റ് വെർഷനിലേക്ക് വരുമ്പോഴും വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് T കോഡുകൾക്ക് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ സ്ക്രീനൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, വലിയൊരു വ്യത്യാസമൊന്നുമില്ല.
പക്ഷേ കൺസൾട്ടൻറ്റ് ലെവൽ കോഴ്സ് പഠിക്കുന്നവർക്ക് S4HANA പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ECC പഠിച്ചവർക്ക് S4HANA പഠിക്കാം. പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. അതായത് ECC പഠിച്ചവർക്ക് S4HANA പഠിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ECCയിൽ S4HANA പഠിക്കുന്നതിന് മുമ്പ് ECC പഠിച്ചിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അത് എത്രത്തോളം ശരിയാണോ എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, S4HANA ഡയറക്റ്റ് പഠിച്ചെന്നും കരുതി കുഴപ്പമൊന്നുമില്ല. പക്ഷേ ECC പഠിച്ചവർ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം കാരണം അത് തമ്മിലുള്ളൊരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കൂടുതലും ഇപ്പം വരുന്ന ഇംപ്ലിമെൻറ്റേഷൻസ് എല്ലാം ECCയിൽ നിന്ന് S4ലോട്ട് വരുന്നുണ്ട്. ഡയറക്റ്റ് S4HANA ഇംപ്ലിമെൻറ്റേഷൻസ് കുറവാണ്. അതിന് ഗ്രീൻഫീൽഡ് എന്ന് പറയും. ഞാൻ ഓൾറെഡി അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം കൂടുതലും മൈഗ്രേഷൻസ് ഒരുപാട് വരാറുണ്ട് ECCയിൽ നിന്ന് S4ലോട്ട്. അപ്പം ECC അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഡയറക്റ്റ് S4HANAയുടെയൊക്കെ ട്രെയിനിങ് ഒരുപാട് പേര് ആൾക്കാർ പഠിക്കുന്നുണ്ട്. ഇപ്പം ഡയറക്റ്റ് അങ്ങ് S4HANA പഠിക്കുന്നുണ്ട്. അപ്പോൾ S4HANA പഠിച്ച ഒരാൾക്ക് ECC വളരെ എളുപ്പമായിരിക്കും. അതുപോലെ ECC പഠിച്ച ഒരാൾക്ക് S4HANA എളുപ്പമായിരിക്കും. 2 പ്രോഡക്റ്റ് വെർഷൻസും അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. അല്ലെ, ഇന്നത് പഠിച്ചാലേ അത് പഠിക്കാൻ പറ്റൂ എന്നൊന്നും ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ വാദിക്കുന്നുണ്ട്. അപ്പം 2 അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. എൻ്റെ അടുത്ത് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞത് 2 അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. പിന്നെ ECCയുടെ ബിസിനസ് സ്യൂട്ടൊക്കെ ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ കുറേ നാളുകൂടെ കഴിയുമ്പോഴത്തേന് ഡയറക്റ്റിന് S4HANAയിലോട്ടൊക്കെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെ ECCയുടെ ബിസിനസ് സ്യൂട്ടിൽ ഇപ്പം വേറെ ഏതെങ്കിലും ഡാറ്റാബേസ് ആണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതെങ്കിൽ അതും ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ECC ബിസിനസ് സ്യൂട്ടും HANAയുടെ ഡാറ്റാബേസിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട ഒരു സമയം വരും. അപ്പോൾ എന്തായാലും പിന്നീട് കമ്പനീസ് എല്ലാം ഡയറക്റ്റ് ബിസിനസ് സ്യൂട്ടും ഡാറ്റാബേസും എല്ലാം കൂടെ S4HANAയിലൂടെ ഡയറക്റ്റ് വരാനുള്ള ചാൻസ് ഫ്യൂച്ചറിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും S4HANA തന്നെ ആയിരിക്കും ഇനിയൊരു SAPയുടെ ഫ്യൂച്ചർ എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പം 2 കോഴ്സ് അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. ഓക്കെ, ഇപ്പം അടുത്ത ക്വസ്റ്റിനകത്ത് SAP പവർ യൂസർ ആണോ അതോ കൺസൾട്ടൻ്റ് ലെവൽ ട്രെയിനിങ് ആണോ നല്ലത്? അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവലിനനുസരിച്ച്, നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചുള്ളൊരു ട്രെയിനിങ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. രണ്ട് ട്രെയിനിങ് നല്ലത് തന്നെയാണ്. കാരണം രണ്ടിനും അത്യാവശ്യം ഓപ്പർച്യൂണിറ്റീസ് കാണാറുണ്ട്. പക്ഷേ ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് കൺസൾട്ടൻ്റ് ലെവൽ ജോബുകളാണ് കൂടുതലും കണ്ടേക്കുന്നത്. കാരണം SAPയുടെ യൂസർ ജോബിനകത്ത് വരുന്നതിനകത്തിലൊന്നും, ചില ജോബിനകത്തിലൊന്നും SAP എന്നങ്ങനെ മെൻഷൻ ചെയ്യാറില്ല. നമ്മളത് മിക്കവാറും ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും SAP നോളജ് ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നത്. ചില ജോബ് ഇൻ്റർവ്യൂവിനൊന്നും അവരങ്ങനെ ഏത് പ്രോഡക്റ്റ് വെർഷനിലാണ് അവരുടെ കമ്പനി വർക്ക് ചെയ്യുന്നതെന്നൊന്നും പറയാറില്ല. അപ്പം ചിലപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും SAP നോളജ് ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കൂട്ടും. ചിലപ്പോൾ അവരുടെ കമ്പനിയിൽ ഒരു നോൺ ERP പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു SAPയുടെ പ്രോഡക്റ്റ്, SAP അല്ലാത്ത വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ആയിരിക്കാം. അപ്പോൾ അതൊരു ഫ്യൂച്ചറിൽ ചിലപ്പം പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും SAPയിലോട്ട് വരണമെന്ന്. അപ്പോൾ അവരിങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ അവരിങ്ങനെ പറയും SAP നോളജ് ഉള്ളവർക്ക് മുൻഗണനയെന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളപ്പം ജോബ് കിട്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുകയായിരിക്കും. ചിലപ്പോൾ ഒരു 5-6 മാസത്തിനകത്ത് നിങ്ങൾ ചിലപ്പോൾ SAPയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അങ്ങനെയാണ് ഞാൻ കൂടുതലും കണ്ടേക്കുന്നത്. പിന്നെ ചില കമ്പനീസ് ഡയറക്റ്റ് പറയും SAPയിൽ തന്നെയാണ് അവരുടെ SAP നോളജ് മാൻഡേറ്ററി എന്ന് പറയും. ഇനി ചിലവർ ഓപ്ഷണൽ പറയും, ചിലവർ മാൻഡേറ്ററി പറയും. പിന്നെ എന്തായാലും അവർക്ക് നിങ്ങൾക്കൊരു ട്രെയിനിങ് തന്നിരിക്കും. ഒരു 3 months എങ്കിലും മിനിമം ട്രെയിനിങ് നിങ്ങൾക്ക് തന്നിരിക്കും. അവരുടെ ഏത് പ്രോഡക്റ്റ് വെർഷനിലാണോ അവർ യൂസ് ചെയ്യുന്നത് അതിലൊരു ട്രെയിനിങ് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇനി കൺസൾട്ടൻ്റ് ലെവൽ ട്രെയിനിങ് അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അതിനകത്ത് കുറേ കസ്റ്റമൈസേഷൻസും കുറേ കോൺഫിഗറേഷൻസും ടേബിൾസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാനുള്ളതുണ്ട്. കാരണം ഒരുപാട് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ECCയിൽ നിന്ന് S4ലോട്ട് വന്നപ്പോൾ പുതിയ കുറേ ടേബിൾസും കോൺസെപ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ ഡീപ്പായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും നല്ല പാഷനേറ്റായിട്ട് വർക്ക് ചെയ്യാനും നല്ല പേഷ്യൻസൊക്കെ ഉള്ളവർക്ക് SAPയിൽ കൺസൾട്ടൻ്റ് ലെവൽ ട്രെയിനിങ് പഠിക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല സ്കോപ്പുണ്ട്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പറയുന്നതിൻ്റെ കൂട്ട് അങ്ങ് ഭയങ്കര ഒരു ശമ്പളത്തിലോട്ടൊന്നും ആദ്യമൊന്നും ജോലി കിട്ടി കാണുന്നില്ല. അല്ലെങ്കിൽ വിദേശത്തുള്ള രാജ്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലേക്ക് പോകണം. യൂറോപ്പിലോട്ടോ അമേരിക്കയിലോട്ടോ അങ്ങനെയൊക്കെയുള്ള വലിയ മിഡിൽ ഈസ്റ്റിലോട്ടൊക്കെയുള്ള വലിയ കമ്പനികളിലോട്ട് ആദ്യമേ തുടക്കത്തിലെ ജോലി കിട്ടുകയാണെങ്കിലേ അത്യാവശ്യം നല്ലൊരു സാലറി കിട്ടുള്ളൂ. ഒരു ബിഗിനിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ട്രെയിനി കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഒരു ഫ്രഷറായിട്ടൊക്കെ പോകുമ്പോൾ ഒരു ആവറേജ് സാലറിയൊക്കെ, ഒരു ബിലോ ആവറേജ് സാലറിയൊക്കെ കിട്ടി കാണാറുള്ളൂ പൊതുവേ. ഇനി ഹൈ സാലറിക്ക് ജോബ് കിട്ടിയിട്ടുള്ളവർ കാണുമായിരിക്കാം, എനിക്ക് അറിയില്ല. പക്ഷേ ഒരു ബിലോ ആവറേജ് സാലറിയിലാണ് സാധാരണ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊരാൾക്കും കൺസൾട്ടൻ്റായിട്ട്, ഒരു ജൂനിയർ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് കൺസൾട്ടൻ്റായിട്ട് ജോബ് കിട്ടി കണ്ടേക്കുന്നത്, അതും സർട്ടിഫൈഡ് ആയിട്ടുള്ളവർക്ക്.
ഓക്കെ, പിന്നെ പലരും ചോദിക്കാറുണ്ട് കൺസൾട്ടൻ്റ് ലെവൽ ട്രെയിനിങ് എടുക്കുന്നതിലൂടെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എടുക്കണമെന്ന്. അപ്പം അത് എടുക്കുന്നതാണിക്കും നല്ലത്. എടുത്തില്ലെന്ന് കരുതി അല്ലെങ്കിൽ അതിനുള്ള ഒരു ചിലവ് കാരണം ചിലവർ എടുക്കാറില്ല. അപ്പം അത് എടുത്തില്ലെന്ന് കരുതി ജോബ് കിട്ടില്ലെന്നല്ല. അപ്പം സർട്ടിഫൈഡ് ആണെങ്കിൽ നമുക്കൊരു ഒരു പവറാണ്. നമുക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, അപ്പോൾ അത് എടുക്കാൻ പറ്റുന്നവർ എടുക്കുക. ഓക്കെ, പിന്നെ ചില കമ്പനീസൊക്കെ സ്പോൺസർ ചെയ്യാറുണ്ട് ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ്റെയൊക്കെ ചിലവൊക്കെ. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ 1-2 ഫ്രണ്ട്സൊക്കെ കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കമ്പനി തന്നെ അവരുടെ സർട്ടിഫിക്കേഷൻ്റെ ചാർജ് സ്പോൺസർ ചെയ്യാറുണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് S/4HANA? ECC S/4HANA തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇത് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്താണ് S/4HANA എന്നുള്ളത്. ECC S/4HANAയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം, ഡീപ്പായിട്ടൊരു വീഡിയോ ചെയ്യാം. അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ECC എന്ന് പറയുമ്പോൾ SAPയുടെ പഴയ ഒരു ബിസിനസ് സ്യൂട്ടാണ്, അല്ലെങ്കിൽ പഴയ ഒരു പ്രോഡക്റ്റ് വെർഷനാണ്. S/4HANA എന്ന് പറയുമ്പോൾ SAP സ്വന്തമായിട്ട് നിർമ്മിച്ച ഡേറ്റാബേസിൽ നിന്ന് റൺ ചെയ്യുന്ന ഒരു പുതിയ ബിസിനസ് സ്യൂട്ടാണ് S/4HANA. ECC എന്ന് പറയുമ്പം ബിസിനസ് സ്യൂട്ട് മാത്രമേ SAPയുടെ ഉള്ളൂ. അതിൻ്റെ ഡേറ്റാബേസ് ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു വെൻഡറിൻ്റെ ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ ECCക്കകത്ത് HANA വർക്കാവും. ECCക്കകത്ത് ഏത് ഡേറ്റാബേസും വർക്കാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ S/4HANA അങ്ങനെയല്ല. S/4HANAക്കകത്ത് HANAയുടെ ഡേറ്റാബേസ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ സെഷനിൽ പറയാൻ ഉദ്ദേശിച്ചത്. അടുത്ത വീഡിയോ സെഷനിൽ നമുക്ക് SAP പഠിക്കാൻ പറ്റിയ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് നോക്കാം. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ സെഷൻ്റെ കൂടെ ഞാനത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് SAP പഠിക്കാൻ പറ്റിയ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് കുറേ ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങളിപ്പോൾ SAP പഠിക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചധികം ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ബൈ.